കുഞ്ഞുങ്ങളുടെ നിർത്താതെയുള്ള കരച്ചിൽ മാറ്റാൻ ശ്രമിച്ച് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞ് നിർത്താതെ കരയുന്നത് കണ്ട് ആകുലപ്പെടുന്നവർക്ക് തിരുസഭ ഒരു മധ്യസ്ഥയെ നൽകുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെയും ശിശുക്കളുടെയും പ്രത്യേക മധ്യസ്ഥയായി കത്തോലിക്ക സഭ വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ ഫിലോമിനയാണ്. ഒരു വലിയ അത്ഭുത പ്രവർത്തക കൂടിയാണ് ഈ കൊച്ചു വിശുദ്ധ. രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ വിശുദ്ധയ്ക്ക് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നിട്ടും അവൾ കാണിച്ച ധൈര്യവും ക്രിസ്തുവിനോടുള്ള സ്നേഹവും അവളെ കുഞ്ഞുങ്ങളോട് കൂടുതൽ അടുപ്പിക്കുന്നു. ഗ്രീസിലെ ഒരു രാജാവിൻ്റെ മകളായിരുന്നു വിശുദ്ധ ഫിലോമിന. മാതാപിതാക്കൾ ക്രിസ്തുമതം സ്വീകരിച്ചതിനെ തുടർന്ന് വിശ്വാസത്തിൽ വളർന്ന ഫിലോമിന തൻ്റെ 13-ാം വയസ്സിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി കന്യകാത്വം വ്രതമായി എടുത്തു. അക്കാലത്ത് റോമൻ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ വിശുദ്ധ ഫിലോമിനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ വ്രതം പാലിച്ച് വിവാഹാലോചന നിരസിച്ച ഫിലോമിനയ്ക്ക് അതിക്രൂരമായ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്. ചാട്ടവാറടി, ആഴക്കടലിൽ കല്ലുകെട്ടി താഴ്ത്തൽ, അമ്പെയ്ത് കൊല്ലാനുള്ള ശ്രമം എന്നിങ്ങനെ പല രീതിയിൽ ചക്രവർത്തി അവളെ പീഡിപ്പിച്ചു. എന്നാൽ ഓരോ തവണയും ദേവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവളെ രക്ഷിക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ഫിലോമിനയുടെ തല വെട്ടുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തിന് സമാനമായി ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് വിശുദ്ധ ഫിലോമിന രക്തസാക്ഷിത്വം വരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ 2 നങ്കൂരങ്ങളും 3 അമ്പുകളും ഈന്തപ്പനയോലയും അവളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളങ്ങളായി കണക്കാക്കപ്പെടുന്നു. ചക്രവർത്തിയുടെ ക്രൂരമായ പീഡനങ്ങൾക്കിരയായപ്പോഴും അവൾ തളർന്നില്ല. മാലാഖമാർ അവളെ ശുശ്രൂഷിക്കുകയും ശാന്തയാക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ അസ്വസ്ഥരായി കരയുമ്പോൾ അവരെ ശാന്തരാക്കുവാനും അവർക്ക് സംരക്ഷണം നൽകുവാനും ഇത്രയും വലിയ പീഡനങ്ങൾ സഹിച്ച ഈ കൊച്ചു വിശുദ്ധയ്ക്ക് കഴിയുമെന്ന് സഭ വിശ്വസിക്കുന്നു. 1802 അവളുടെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മുതൽ ആ മാധ്യസ്ഥം വഴി നടന്ന നിരവധി അത്ഭുതങ്ങൾ ശിശുക്കളുമായി ബന്ധപ്പെട്ടതായിരുന്നു. പല മാരക രോഗങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടതും നിർത്താതെ കരഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾ ശാന്തരായതും വിശുദ്ധ ഫിലോമിനയെ ശിശുക്കളുടെ സംരക്ഷക എന്ന പദവിയിലേക്ക് ഉയർത്തി. കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് കാരണം കണ്ടെത്താൻ കഴിയാതെ മാതാപിതാക്കൾ വിഷമിക്കുമ്പോൾ ഈ അത്ഭുത പ്രവർത്തകയുടെ സഹായം തേടുന്നത് അവർക്ക് വലിയ ആശ്വാസമാണ്. വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തി ലോകമെമ്പാടും പ്രചരിക്കാൻ പ്രധാന കാരണം പൗളിൻ ജാരകോട്ടോയിലൂടെ നടന്ന അത്ഭുതമാണ്. അതിനുശേഷമാണ് ലിയോ 12 മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ ഫിലോമിനയെ വിശുദ്ധിയായി അംഗീകരിക്കുകയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും പ്രത്യേക മധ്യസ്ഥയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്.